ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ചെറുപയർ പരിപ്പിൻ്റെ പായസം കുടിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയർ പരിപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ആയാൽ ലേറ്റായി ഇനി ഒരുപാട് സമയം വേണം ചെറുപയർ പരിപ്പ് ഉണ്ടാക്കാൻ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെറുപയർ പരിപ്പ് പായസം റെഡിയാക്കാനുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇടുന്നത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ചെറുപയർ പരിപ്പിൻ്റെ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ കഴിക്കാനും. ഞാനിപ്പോൾ ഇലയിലാണ് കേട്ടോ ഇത് ഒഴിച്ചത്, എനിക്കിഷ്ടമാണ് ഇലയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ കുടിക്കാൻ. നല്ല ടേസ്റ്റാണ് ഈ ചെറുപയർ പരിപ്പ് പായസം. ചെറുപയർ പരിപ്പ് നല്ല എല്ലാ പായസവും ഇലയിൽ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ നല്ലൊരു വാഴയുടെ ഇല എടുത്തിട്ട് ചെറുപയർ പരിപ്പ് കഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നൊന്ന് കാണാം കേട്ടോ. ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 250 ചെറുപയർ പരിപ്പൊക്കെ ഉള്ളൂ. അത് ഞാൻ നന്നായി വറക്കുന്നുണ്ട്, നല്ല നോട്ടിലിട്ട് വറക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമുക്ക് ചെറുപയർ പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ വറുത്ത് വെച്ചാൽ ഇത്രയും ടൈം എടുക്കില്ല, പക്ഷെ ഞാനത് വറക്കാനുള്ള ടൈം കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ചുവക്കെ വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നാളികേരമാണ് വേണ്ടത്. എല്ലാം നല്ലവർക്ക് മടിയുള്ള കാര്യമാണ് കേട്ടോ. നാളികേരം ചിരവിയും പിഴിയും ഒക്കെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അതൊക്കെ എളുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാലിനുള്ള എല്ലാ നാളികേരത്തിൻ്റെ പാലിന് വേണ്ടിയിട്ട് എല്ലാ നാളികേരം ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട്, പിന്നെ മിക്സിയിലിടുമ്പോൾ മിക്സി ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ നന്നായി ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് ഞാൻ അങ്ങനെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പാലാണ് ഞാൻ എടുത്ത്. 3-ാം പാൽ ഉപയോഗിച്ചിട്ട് ഞാൻ ആ ചെറുപയർ പരിപ്പ് വറുത്ത് കഴുകി വെച്ച ചെറുപയർ പരിപ്പിലേക്ക് 3-ാം പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഒരു 3-4 വിസിൽ തക്ക വിധത്തിൽ നന്നായി വേവിക്കണം. ആദ്യം എടുത്തപ്പോൾ എനിക്കൊന്നും വന്നിട്ടില്ല ചെറുപയർ പരിപ്പ്, അപ്പോൾ ഞാൻ ഒരു വിസിലും കൂടി വരുത്തി വെച്ചു. അപ്പം നന്നായി വേവണം, ഇതുപോലെ നന്നായി വെന്ത് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ഈ പാലൊഴിക്കുമ്പോൾ ഒന്ന് പാട പോലെ കിട്ടും, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ചെറുപയർ പരിപ്പ് നന്നായി വേവിച്ചെടുക്കണം. അപ്പം ഇവിടെ ചെറുപയർ പരിപ്പ് നന്നായി വേവിച്ചെടുത്ത് പിന്നെ ഞാൻ 2-ാം പാലാണ് ഇവിടെ ഒഴിച്ചത്. അപ്പോൾ അത് നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. 3-ാം പാൽ വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ നന്നായി വറ്റി വരും. അപ്പോൾ 2-ാം പാൽ ഞാൻ ഇതിലേക്ക് കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-ാം പാൽ നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ട്, ചെറുപയർ പരിപ്പിൻ്റെ അടിപൊളി സ്മെല്ലാണ്. എനിക്ക് തോന്നുന്നു ചെറുപയർ പരിപ്പ് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. അങ്ങനെ ഞാൻ ശർക്കര അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മധുരം, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര മധുരം ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് ശർക്കരയൊക്കെ ഒന്ന് ഇതിൽ കിടന്ന് അലിയണം. അപ്പോൾ അത് അലിയുന്ന വരെ ഒന്ന് നന്നായിട്ട് കത്തിച്ച് വയ്ക്കുക. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് ശർക്കര ഒന്ന് കുത്തിയിട്ട് ഇടണം. അപ്പോൾ ഒന്ന് ശർക്കര പൊടി ഇട്ടാലാണ് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുക. അങ്ങനെ ശർക്കരപ്പൊടി ഇട്ട് നന്നായി ഇട്ട് അലിയിച്ച് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പിടണം കേട്ടോ. ഒരു നുള്ള് ഉപ്പിടണം. പിന്നെ 1 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്, ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ലൊരു സ്മെല്ലാണ്. നന്നായി ചെറുപയർ പരിപ്പ് നന്നായി വെന്ത് 2-ാം പാലിൽ കിടന്നിട്ടാണ് കേട്ടോ വേവുന്നത്. നല്ല അടിപൊളിയായിട്ട് കുറുകി വരുന്നതിൽ ഒരു അരിപ്പൊടി ചേർക്കുക ഒന്നും വേണ്ട, നന്നായി കുറുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. അങ്ങനെ ഒരു 1/2 ഗ്ലാസ് 1-ാം പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗ്യാസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം കേട്ടോ. തള വരുമ്പോഴേക്കും ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ചെറുപയർ പരിപ്പിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേഗം ഗ്യാസ് ഒന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടു. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറുപയർ പരിപ്പ് കഴിക്കണം തോന്നിയാൽ ആരും ഇനി മടി കൂടാതെ ഇത് വെക്കണം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെറുപയർ പരിപ്പ് ഞാൻ ഇലയിൽ പാർന്ന് വെച്ചു കേട്ടോ. അങ്ങനെ ചൂടാറിയിട്ട് ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ചെറുപയർ പരിപ്പ് കഴിക്കണം എന്നല്ല, ഇതൊന്നും മടി കാട്ടാണ്ട് പെട്ടെന്ന് തന്നെ ഈ ചെറുപയർ പരിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.